ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐഎസ്എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെൽ കൺട്രോൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമാണല്ലോ വരുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ പഞ്ചാബ് FC ആയിരിക്കും ഇന്ന് നേരിടുക. എന്തായാലും അതിലേക്കൊക്കെ വരും മുമ്പ് മറ്റൊരു അപ്ഡേറ്റുകളാണ് ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത്. മിക്കവാറും നിങ്ങളെല്ലാവരും നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയുടെ കാര്യം അറിഞ്ഞു കാണുമല്ലോ. ലൂണയ്ക്ക് പരിക്ക് പറ്റി നിലവിൽ പുറത്തായി എന്ന വാർത്തകളാണ് വരുന്നത്. എന്തായാലും വളരെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കീ പ്ലെയർ തന്നെയാണ് ഇപ്പോൾ പരിക്കായി പുറത്തായിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരു തുടക്കം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷൈജു ദാമോദരനായിരുന്നു യൂട്യൂബ് ചാനൽ വഴി ഈ കാര്യം അറിയിച്ചത്. ഷൈജു ദാമോദരൻ പറയുന്ന പ്രകാരം അഡ്രിയാൻ ലൂണയ്ക്കാകട്ടെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണ്. കൂടാതെ കൊച്ചിയിൽ വെച്ചുള്ള പരിശീലനത്തിനിടെയാണ് ഈ ഒരു ഇഞ്ചുറി താരത്തിന് വന്നത്. മാത്രമല്ല നിലവിലാകട്ടെ ചികിത്സക്കായി താരം മുംബൈയിലേക്ക് പോയിരിക്കുകയാണ്. കൂടാതെ താരത്തിന്റെ സർജറി കഴിഞ്ഞ ശേഷം നേരെ താരത്തിന്റെ വീട്ടിലേക്ക് പോകുമെന്നാണ് ഷൈജു ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മിനിമം 3 മാസമെങ്കിലും താരം പുറത്തിരിക്കുമെന്ന കാര്യം ഷൈജു ദാമോദരൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. കൂടാതെ താരം ഇപ്പോൾ മുംബൈയിലാണെന്ന കാര്യം നമ്മുടെ മാർക്കസ് മർഗുലോ ഇന്നലെ കൺഫേം ചെയ്യുകയുണ്ടായി. എന്നാൽ മാർക്കസ് പറയുന്നത് താരം ജസ്റ്റ് ഒരു കൺസൾട്ടേഷനോ അതോ സർജറിക്കാണോ മുംബൈയിൽ പോയെന്ന കാര്യം ഡൗട്ടാണ്. കേരള ബ്ലാസ്റ്റേഴ്സും ഇതുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല. മിക്കവാറും അവർ ഒഫീഷ്യലായി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമെന്നാണ് മാർക്കസ് ഇന്നലെ പറഞ്ഞത്. അതുപോലെ അഡ്രിയാൻ ലൂണയ്ക്ക് സീസൺ നഷ്ടമാകുമെന്ന് വരെ പറഞ്ഞ് മറ്റു മീഡിയകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ മത്സരത്തിന് താരം ഇറങ്ങില്ല എന്ന്. എന്തായാലും ലൂണയ്ക്ക് ഒരു സ്പീഡി റിക്കവറി തന്നെ ആശംസിക്കാം. ഇന്നലത്തെ ഈ ഒരു കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മുംബൈ സിറ്റിയുടെ ഗോൾ കീപ്പിംഗ് കോച്ച് ഇട്ട ഒരു പോസ്റ്റ് തന്നെയാണ്. മുംബൈ സിറ്റിയുടെ ഗോൾ കീപ്പിംഗ് കോച്ച് ഇൻസ്റ്റയിൽ ഇട്ടൊരു പോസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ലൂണയ്ക്ക് ഒരു സ്പീഡി റിക്കവറി ആശംസിക്കുന്നുണ്ട്. കൂടാതെ തന്നെ വി ആർ ഗോയിങ് ടു ഹാവ് എ ഗ്രേറ്റ് ടീം വിത്ത് അവർ ടീം എന്ന് കൂടെ ഈ ഒരു കോച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം മുംബൈ സിറ്റി ലൂണയ്ക്ക് ഒരു നല്ല സമയം തന്നെ ഉണ്ടാകുമെന്നാണ് കോച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടതിന് ശേഷം മുംബൈ സിറ്റിയിലേക്ക് താരം പോകുകയാണോ എന്നൊക്കെ ചില ആരാധകർ ചോദിക്കുകയുണ്ടായി. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് മിക്കവാറും താരത്തിന്റെ സർജറിയും കാര്യങ്ങളൊക്കെ മുംബൈ സിറ്റിയുടെ മേൽനോട്ടത്തിലായിരിക്കും നടക്കുക. എന്തായാലും താരം മുംബൈയിലാണല്ലോ. കൂടാതെ മുംബൈ സിറ്റിയുടെ ഒരു സപ്പോർട്ട് കൂടെ താരത്തിനുണ്ടാകും. കൂടാതെ അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സ് ഒന്നും വിട്ട് പോയതായിരിക്കില്ല. ഗൈസ്, എന്തായാലും ലൂണയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക. ലൂണ ഇല്ലാതെ എങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളിക്കുക എന്ന കാര്യം ഇന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി അടുത്തൊരു അപ്ഡേറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള പ്രീമിയർ ലീഗ് നടക്കുകയാണല്ലോ. കൂടാതെ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു. 8-0 എന്ന കൂറ്റൻ സ്കോർ ലൈനോടെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ആ ഒരു കളി വിജയിച്ചത്. എന്തായാലും കേരള പ്രീമിയർ ലീഗിൽ ഒരു മികവ് നമുക്ക് ISL-ലും പ്രതീക്ഷിക്കാം. വരും മത്സരങ്ങളിൽ ISL-ലും കേരള ബ്ലാസ്റ്റേഴ്സ് കൂറ്റൻ സ്കോർ ലൈനോടെ തന്നെ വിജയിക്കാൻ നമുക്ക് ആശംസിക്കാം. ഇനി എന്തായാലും നമ്മുടെ ആശാൻ ഇപ്പോൾ ഓൾറെഡി AFF-ന്റെ കയ്യിൽ നിന്ന് സസ്പെൻഷനൊക്കെ കിട്ടിയിരിക്കുന്ന കാര്യവും എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു ഇന്നലെ നടന്ന പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്തത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായ ഫ്രാങ്ക് പറയുന്ന പ്രകാരം ഈ സീസണിലാകട്ടെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ഇലവൻ മിക്കവാറും മാറ്റാൻ സാധ്യതയുണ്ട്. അതിന് കാരണം ബ്ലാസ്റ്റേഴ്സിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്ക്വാഡാണ് ഉള്ളത്. സൈഡ് ബെഞ്ചിൽ മികച്ച നിരവധി താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടെന്നാണ് കോച്ച് പറയുന്നത്. മിക്കവാറും ഇന്ന് ലൂണ കളിക്കാത്തത് കൊണ്ടായിരിക്കും ഈ ഒരു വാക്കുകൾ കോച്ച് ഇന്നലെ ഉപയോഗിച്ചത്. ഗൈസ്, എന്തായാലും ഇന്നത്തെ മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സിന് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഗൈസ്, നമ്മളിപ്പോൾ റോഡ് ടു 70K സബ്സ്ക്രൈബേഴ്സ് ആണ്. മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.